ഹായ് ഫ്രണ്ട്സ്, കേട്ടറ്റ് കാറ്റഗറി 1 EVSലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ വീഡിയോയിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മണ്ണിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ബീക്കറിലെ വെള്ളത്തിൽ മണ്ണ് കലക്കുമ്പോൾ ജൈവാംശം കാണപ്പെടുന്ന ഭാഗം ജലോപരിതലത്തിൽ, അടിഭാഗത്ത്, മധ്യഭാഗത്ത്, എല്ലാ ഭാഗത്തും. മണ്ണിലെ ഘടകങ്ങളെ വേർതിരിക്കുന്നതിന് വേണ്ടി ഒരു ബീക്കറിൽ കുറച്ച് വെള്ളമെടുത്ത് നമ്മളതിനകത്ത് മണ്ണ് കലക്കുന്ന സമയത്ത് ആ മണ്ണിലടങ്ങിയിരിക്കുന്ന ജൈവാംശം കാണപ്പെടുന്നത് എപ്പോഴും ജലോപരിതലത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് എ ആണ്, ജലോപരിതലത്തിൽ. നെക്സ്റ്റ് വൺ, 2020 എന്ന വർഷം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷമായി, അന്താരാഷ്ട്ര മണ്ണ് വർഷമായി, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി, അന്താരാഷ്ട്ര പയർ വർഷമായി. അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷമായാണ് 2020 എന്ന വർഷം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി പ്രഖ്യാപിച്ചത് 2015-ലാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി പ്രഖ്യാപിച്ചത് 2010-ലായിരുന്നു. അതുപോലെ അന്താരാഷ്ട്ര പയർ വർഷമായി പ്രഖ്യാപിച്ചത് 2016-ലും ആയിരുന്നു. അതുകൊണ്ട് ആൻസർ വരുന്നത് എ ആണ്, അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം. നെക്സ്റ്റ് വൺ, 2020-ലെ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിൽ നവംബർ 7-ന് വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമായ EOS-01-നെ ബഹിരാകാശത്തിലെത്തിച്ച റോക്കറ്റ്. PSLV-C49 ആണ് EOS-01-നെ ബഹിരാകാശത്തെത്തിച്ച റോക്കറ്റ്. ആൻസർ എ, PSLV-C49. നെക്സ്റ്റ് വൺ, ഇംപ്രവൈസ്ഡ് എയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദഗ്ധർ നിർമ്മിക്കുന്ന ഉപകരണം, ദൃശ്യശ്രാവ്യ ഉപകരണം, പ്രകൃതിദത്ത ഉപകരണം, യഥാർത്ഥ ഉപകരണത്തിന് പകരമായി നിർമ്മിക്കുന്ന ചിലവ് കുറഞ്ഞ ഉപകരണം. യഥാർത്ഥ ഉപകരണത്തിന് പകരമായി നമ്മൾ നിർമ്മിക്കുന്ന ചിലവ് കുറഞ്ഞ ഉപകരണത്തെയാണ് ഇംപ്രവൈസ്ഡ് എയ്ഡ് എന്ന് വിളിക്കുന്നത്. ആൻസർ ഡി. നെക്സ്റ്റ് വൺ, മുയലുകളെ ശാസ്ത്രീയമായി വളർത്തുന്ന കൃഷിരീതി എപ്പികൾച്ചർ, പിസികൾച്ചർ, ക്യൂണികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ. ഇതിനകത്ത് തേനീച്ചകളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിക്കാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ ശാസ്ത്രീയമായ മത്സ്യം വളർത്തലിനാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്നതിനെയാണ് ക്യൂണികൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ. അതുപോലെ ശാസ്ത്രീയമായി പട്ടുനൂൽ പുഴു വളർത്തുന്നതിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. സെറികൾച്ചർ പട്ടുനൂൽ പുഴു വളർത്തൽ, എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ, പിസികൾച്ചർ മത്സ്യം വളർത്തൽ, ക്യൂണികൾച്ചർ മുയൽ വളർത്തൽ, ഹോർട്ടിക്കൾച്ചർ പഴം, പച്ചക്കറി എന്നിവ വളർത്തുന്നത്. ആൻസർ സി, ക്യൂണികൾച്ചർ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ ജോഡി ഏത്? എ ടെറ്റനസ് മംസ്, ബി ഹെർപ്പിസ് ഇൻഫ്ലുവൻസ, സി കോളറ ടെറ്റനസ്, ഡി ടൈഫോയിഡ് വസൂരി. ആദ്യം നമുക്കിവിടെ നൽകിയിരിക്കുന്ന ഓരോ അസുഖത്തിൻ്റെയും രോഗകാരി ആരാന്ന് നോക്കാം. ടെറ്റനസ് ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗമാണ്. മംസ് വൈറസ് വഴി ഉണ്ടാകുന്നൊരു രോഗമാണ്. ഹെർപ്പിസ് ഒരു വൈറസ് വഴി ഉണ്ടാകുന്ന രോഗമാണ്. അതുപോലെ ഇൻഫ്ലുവൻസയും വൈറസ് വഴി ഉണ്ടാകുന്ന രോഗമാണ്. കോളറ ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗമാണ്. ടെറ്റനസും ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗമാണ്. ടൈഫോയിഡ് ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗമാണ്. വസൂരി ഒരു വൈറസ് രോഗമാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ ജോഡി ഏത് എന്നാണ്. അപ്പോൾ ആൻസർ സി ആണ്, കോളറയും ടെറ്റനസും ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗങ്ങളാണ്. നെക്സ്റ്റ് വൺ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, അജന്ത എല്ലോറ ഗുഹകൾ, വാർധ സേവാഗ്രാമം എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്, ഗുജറാത്ത്, ഡൽഹി, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, അജന്ത എല്ലോറ ഗുഹകൾ,
വാർധ സേവാഗ്രാമം എന്നിവ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഡി, മഹാരാഷ്ട്ര. അതേസമയം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ പരമ്പരാഗത നാടകാഭിനയ രൂപം? ചാക്യാർകൂത്ത്, കൂടിയാട്ടം, മാർഗംകളി, തെയ്യം. കൂടിയാട്ടമാണ് കേരളത്തിൻ്റെ പരമ്പരാഗത നാടകാഭിനയ രൂപം. ആൻസർ ബി. നെക്സ്റ്റ് വൺ, ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന പോഷക ഘടകം? ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, ധാതുലവണങ്ങൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങളാണ് ധാന്യകം, മാംസ്യം, കൊഴുപ്പ് എന്നിവ. ഇതിനകത്ത് ഊർജദായകർ അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകമാണ് ധാന്യകം. പ്രധാനമായും നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം നൽകുന്ന പോഷക ഘടകമാണ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം. ശരീരനിർമ്മാതാക്കൾ അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകമാണ് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ. നമ്മുടെ ശരീര വളർച്ചയ്ക്കും കോശവിഭജനത്തിനും ശരീരത്തിനുണ്ടാവുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്ന പ്രധാനപ്പെട്ട പോഷക ഘടകമാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. അതുപോലെ നമ്മുടെ ശരീരത്തിന് വളരെ കുറഞ്ഞ അളവിൽ വേണ്ട ഒരു പോഷക ഘടകമാണ് കൊഴുപ്പ്. ശരീരപ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം നൽകുന്ന പോഷക ഘടകമാണ് കൊഴുപ്പ്. അതുപോലെ വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് ധാതുലവണങ്ങൾ, അതായത് അയഡിൻ, അയൺ, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന പോഷക ഘടകം ഏത് എന്നാണ്. ആൻസർ മാംസ്യമാണ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന പോഷക ഘടകം. നെക്സ്റ്റ് വൺ, അനുഭവപ്പെടുന്നൊരു പ്രശ്നത്തിന് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നിഗമനത്തിലെത്തുന്ന പഠന സമീപനം? പ്രക്രിയാബന്ധിത സമീപനം, ഉദ്ഗ്രഥിത സമീപനം, പരിസരബന്ധിത സമീപനം, ചാക്രികാരോഹണ സമീപനം. നമ്മൾക്ക് അനുഭവപ്പെടുന്നൊരു പ്രശ്നത്തിന് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നിഗമനത്തിലെത്തിച്ചേരുന്ന പഠന സമീപന രീതിയാണ് പ്രക്രിയാബന്ധിത സമീപനം അല്ലെങ്കിൽ പ്രോസസ് ബേസ്ഡ് അപ്രോച്ച് എന്നറിയപ്പെടുന്നത്. ആൻസർ എ ആണ്, പ്രക്രിയാബന്ധിത സമീപനം. നെക്സ്റ്റ് വൺ, പെഡിഗ്രി അർത്ഥമാക്കുന്നത്? ദേശചരിത്രം, കുടുംബചരിത്രം, സാമൂഹ്യ ചരിത്രം, സാംസ്കാരിക ചരിത്രം. കുടുംബചരിത്രത്തെയാണ് പെഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ പെഡിഗ്രി അർത്ഥമാക്കുന്നത് കുടുംബചരിത്രമാണ്. ആൻസർ ബി, ഫാമിലി ഹിസ്റ്ററി. നെക്സ്റ്റ് വൺ, ഇലകളിലെ സ്ഥിരാവിന്യാസം പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം? ചിത്രം നിരീക്ഷിക്കൽ, ലഘുപരീക്ഷണം, നിരീക്ഷണം, ചർച്ച. ഈ തന്നിരിക്കുന്ന 4 ചോയ്സുകളിൽ ഇലകളിലെ സ്ഥിരാവിന്യാസത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം നിരീക്ഷണമാണ്. നിരീക്ഷണം അല്ലെങ്കിൽ ഒബ്സർവേഷൻ. ആൻസർ സി. നെക്സ്റ്റ് വൺ, ഉദയസൂര്യനെ നോക്കി നിൽക്കുന്ന നിങ്ങളുടെ വലതുവശം ഏത് ദിക്കിനെ സൂചിപ്പിക്കും? വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. ഉദയസൂര്യനെ നോക്കി നിൽക്കുന്ന നമ്മുടെ വലതുവശം തെക്ക് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്, സൗത്ത് അല്ലെങ്കിൽ തെക്ക്. ആൻസർ ബി. നെക്സ്റ്റ് വൺ, ബൾബ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റങ്ങൾ? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും രാസോർജ്ജവുമായി മാറുന്നു. വൈദ്യുതോർജ്ജം രാസോർജ്ജവും പ്രകാശോർജ്ജവുമായി മാറുന്നു. വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. നമുക്കറിയാം, ഒരു ബൾബ് പ്രകാശിക്കുന്ന സമയത്ത് 2 തരം ഊർജ്ജമാണ് അവിടെ ഉണ്ടാകുന്നത്. ഒന്ന് പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട്, അതോടൊപ്പം ഒരു ചൂടും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് താപോർജ്ജം എന്ന് പറയുന്നത്. ആ ബൾബ് പ്രകാശിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അവിടെ വൈദ്യുതോർജ്ജമാണ്. അപ്പോൾ ബൾബ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് നമ്മളവിടെ നൽകുന്ന ആ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. ആൻസർ ഡി. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന സൂചകങ്ങൾ ഏത് വിലയിരുത്തൽ ഇനത്തിൻ്റേതാണ്? പ്രസക്തമായ ആശയങ്ങൾ, ഉപാശയങ്ങൾ എന്നിവ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ആശയങ്ങളും ഉപാശയങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം പ്രതിഫലിക്കുന്നുണ്ട്. ഫലപ്രദമായ ലിങ്കിങ് പദങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എ. വിഭവ ഭൂപടം, ബി. പ്രാദേശിക ചരിത്രം, സി. ആശയ ചിത്രീകരണം, ഡി. ചുമർമാസിക. ഒരു ആശയ ചിത്രീകരണം അല്ലെങ്കിൽ കോൺസെപ്റ്റ് മാപ്പിൻ്റെ സൂചകങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതായത് പ്രസക്തമായ ആശയങ്ങൾ, ഉപാശയങ്ങൾ എന്നിവ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശയങ്ങളും ഉപാശയങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം പ്രതിഫലിക്കുന്നുണ്ട്. ഫലപ്രദമായ ലിങ്കിങ് പദങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ഒരു കോൺസെപ്റ്റ് മാപ്പിൻ്റെ വിലയിരുത്തൽ സൂചകങ്ങളാണ്. കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായൊരു പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്നത്. നെക്സ്റ്റ് വൺ, അന്വേഷണാത്മക പഠന മാതൃകാ ഘട്ടങ്ങളിൽ 5 E's കുട്ടികൾ അന്വേഷണത്തിൽ ഏർപ്പെടുന്ന ഘട്ടം: എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്. ഈ 5 E's അന്വേഷണാത്മക പഠന മാതൃകയും നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ബി ആണ്, എക്സ്പ്ലോർ. കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി കുട്ടികൾ അന്വേഷണത്തിൽ ഏർപ്പെടുന്ന ഘട്ടമാണ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഘട്ടം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? വ്യാഴം ഗലീലിയൻ വ്യൂഹം, ചൊവ്വ ചുവന്ന ഗ്രഹം, ശുക്രൻ വലയഗ്രഹം, നെപ്റ്റ്യൂൺ കാറ്റുള്ള ഗ്രഹം. നമുക്ക് ഓരോ ചോയ്സസ് ആയിട്ട് നോക്കാം. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന് ചുറ്റുമാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. ഗാനിമീഡ്, കലിസ്റ്റോ, അയോ, യൂറോപ്പ എന്നീ 4 ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് എന്ന് പറയുന്ന ഈ ചോയ്സ് ശരിയാണ്. ചൊവ്വ ചുവന്ന ഗ്രഹം, റെഡ് പ്ലാനറ്റ് അല്ലെങ്കിൽ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ട് ഇതും ശരിയാണ്. നെക്സ്റ്റ്, ശുക്രൻ വലയഗ്രഹം. വലയഗ്രഹം അല്ലെങ്കിൽ റിംഗ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ശനിയാണ്. അപ്പം അതുകൊണ്ട് ഇത് തെറ്റാണ്. നെക്സ്റ്റ്, നെപ്റ്റ്യൂൺ കാറ്റുള്ള ഗ്രഹം. ഇതും ശരിയാണ്, കാറ്റുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. അപ്പോൾ ഇതിനകത്ത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ശുക്രൻ വലയഗ്രഹം. ബാക്കി 3ഉം ശരിയാണ്. നെക്സ്റ്റ് വൺ, പരിസരത്തെക്കുറിച്ച് പരിസരത്തിനു വേണ്ടി പരിസരത്തിലൂടെയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തിലൂടെ എന്നത് സൂചിപ്പിക്കുന്നത് പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കം, പ്രക്രിയാശേഷികൾ, മനോഭാവം, സർഗാത്മകത. ആദ്യം നമുക്ക് എന്താണ് പരിസര പഠനം അല്ലെങ്കിൽ EVS നോക്കാം. പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടി പഠിക്കുന്നതാണ് പരിസര പഠനം അല്ലെങ്കിൽ EVS. ഇതിനകത്ത് പരിസരത്തെക്കുറിച്ച് എന്ന ഈ പദം സൂചിപ്പിക്കുന്നത് പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കത്തെയാണ്. അതായത് പ്രകൃതിദത്ത പരിസരങ്ങളായ ചുറ്റുപാട്, സസ്യങ്ങൾ, ജന്തുക്കൾ, നദികൾ, സൗരയൂഥം, കാലാവസ്ഥ തുടങ്ങിയവയെക്കുറിച്ചും മനുഷ്യനിർമ്മിത പരിസരങ്ങളായ റോഡുകൾ, ഉപകരണങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയവയും സാമൂഹ്യ പരിസരങ്ങളായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ആഘോഷങ്ങൾ, പ്രാദേശിക ചരിത്രം തുടങ്ങിയവയാണ് പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്ന പദമാണ് പരിസരത്തെക്കുറിച്ച് എന്ന് പറയുന്നത്. അതേസമയം പരിസരത്തിലൂടെ എന്നത് പരിസര പഠന പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത്. നിരീക്ഷിക്കൽ, വർഗീകരിക്കൽ, അപഗ്രഥിച്ച് നിഗമനത്തിലെത്തൽ, ലഘു പരീക്ഷണങ്ങളിൽ ഏർപ്പെടൽ തുടങ്ങി നിരവധി പ്രക്രിയാശേഷികളുടെ വികസനം ഈ പരിസര പഠനത്തിലൂടെ സാധ്യമാകുന്നുണ്ട്. ഇതിനെയാണ് പരിസരത്തിലൂടെ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. പരിസരത്തിന് വേണ്ടി എന്നത് കുട്ടികളിൽ രൂപപ്പെടേണ്ട മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. കുട്ടികളിൽ രൂപപ്പെടേണ്ട മൂല്യങ്ങളെയും മനോഭാവങ്ങളെയും സൂചിപ്പിക്കുന്ന പദമാണ് പരിസരത്തിന് വേണ്ടി എന്ന് പറയുന്നത്.
ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. പരിസരത്തെക്കുറിച്ച് പരിസരത്തിന് വേണ്ടി പരിസരത്തിലൂടെയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തിലൂടെ എന്ന് സൂചിപ്പിക്കുന്നത് പ്രക്രിയാശേഷികളെയാണ്. ആൻസർ ബി. നെക്സ്റ്റ് വൺ, പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. എ. കടി കൊണ്ട് മുറിവേറ്റ ഭാഗത്ത് ബ്ലേഡ് ഉപയോഗിച്ച് മുറിവുണ്ടാക്കുക. ബി. വായ ഉപയോഗിച്ച് രക്തം വലിച്ചു പുറത്ത് കളയുക. സി. വേദന സംഹാരികൾ ഉപയോഗിക്കുക. ഡി. കൂടുതൽ മുറുകാത്ത രീതിയിൽ തുണി ഉപയോഗിച്ച് മുറിവിന് മുകൾ ഭാഗത്തായി കെട്ടുക. നമ്മൾ ഈ തന്നിരിക്കുന്ന 4 ചോയ്സുകളിൽ പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട ഒരു പ്രഥമ ശുശ്രൂഷ മാത്രമാണ് നൽകിയിട്ടുള്ളത്. കൂടുതൽ മുറുകാത്ത രീതിയിൽ തുണി ഉപയോഗിച്ച് മുറിവിന് മുകൾ ഭാഗത്തായി കെട്ടുക. അതേസമയം മുറിവേറ്റ ഭാഗത്ത് ബ്ലേഡ് ഉപയോഗിച്ച് മുറിവുണ്ടാക്കുക, വായ ഉപയോഗിച്ച് രക്തം വലിച്ച് പുറത്ത് കളയുക, വേദന സംഹാരികൾ ഉപയോഗിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊന്നും. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ പരിസ്ഥിതി പരീക്ഷണശാല എന്ന പേരിന് ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതം. അക്വേറിയം, ജൈവ വൈവിധ്യ ഉദ്യാനം, ഓർക്കിഡേറിയം, ടെറേറിയം. ഈ തന്നിരിക്കുന്ന 4 ചോയ്സുകളിൽ വെച്ച് പരിസ്ഥിതി പരീക്ഷണശാല എന്ന പേരിന് ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. ആൻസർ ബി ആണ്. ജലത്തിൽ ജീവിക്കുന്ന ജീവികളെ ചില്ലുകൂട്ടിൽ വളർത്തുന്ന രീതിക്കാണ് നമ്മൾ അക്വേറിയം എന്ന് പറയുന്നത്. അതുപോലെ ഓർക്കിഡുകളെ വളർത്തുന്നതിനാണ് ഓർക്കിഡേറിയം എന്ന് പറയുന്നത്. അതുപോലെ മണ്ണിൽ കാണുന്ന ജീവികളെ ചില്ലുകൂട്ടിൽ വളർത്തുന്നതിനാണ് ടെറേറിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പഠന നേട്ടത്തെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആശയങ്ങൾ, പ്രക്രിയാശേഷികൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ. ഡി. ആശയങ്ങൾ, പ്രക്രിയാശേഷികൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ. ഇത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ പഠന നേട്ടങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് കുട്ടിയുടെ കൊഗ്നിറ്റീവ് ഡൊമൈനിലുണ്ടാവുന്ന മാറ്റങ്ങളും അഫക്റ്റീവ് ഡൊമൈനിലുണ്ടാവുന്ന മാറ്റങ്ങളും അതുപോലെ സൈക്കോമോട്ടോർ ഡൊമൈനിലുണ്ടാവുന്ന മാറ്റങ്ങളും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പഠന നേട്ടത്തെ വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആശയങ്ങളും പ്രക്രിയാശേഷികളും മൂല്യങ്ങളും മനോഭാവങ്ങളും എല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആൻസറായിട്ട് വരുന്നത് ഡി ആണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പ്രത്യേകതകളുള്ള സസ്യവിഭാഗം. ശരീരഭാഗത്തിന് താലോയിഡ് എന്ന് പറയുന്നു. വേര് പോലെയുള്ള ഭാഗത്തിന് റൈസോയിഡ് എന്ന് പറയുന്നു. എ. പന്നൽ, ബി. അസോള, സി. മോസ്, ഡി. ഈന്ത്. ആദ്യം നമുക്ക് സസ്യങ്ങളുടെ വർഗീകരണ രീതികളൊന്ന് നോക്കാം. ജീവികളെ ആദ്യമായി 2 കിങ്ഡങ്ങളായി വർഗീകരിച്ച സയൻറ്റിസ്റ്റാണ് കാൾ ലിനേയസ്. കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ എന്നിങ്ങനെ 2 കിങ്ഡങ്ങളായാണ് കാൾ ലിനേയസ് ജീവികളെ വർഗീകരിച്ചത്. കിങ്ഡം പ്ലാന്റയിൽ സസ്യങ്ങളും കിങ്ഡം ആനിമേലിയയിൽ ജന്തുക്കളെയുമാണ് ഉൾപ്പെടുത്തിയത്. അതിനുശേഷം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 5 കിങ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്ന സയൻറ്റിസ്റ്റാണ് R.H. വിറ്റാക്കർ. അദ്ദേഹം ജീവികളെ 5 കിങ്ഡങ്ങളായാണ് വർഗീകരിച്ചത്. കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമാലിയ എന്നിങ്ങനെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചു. കാൾ ലിനേയസ് ജീവികളെ 2 കിങ്ഡങ്ങളായാണ് തരംതിരിച്ചത്. ആ 2 കിങ്ഡങ്ങൾക്ക് പുറമെ 3 കിങ്ഡങ്ങൾ കൂടി R.H. വിറ്റാക്കർ കൂട്ടിച്ചേർത്തു. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ. ഇതിനകത്ത് സസ്യലോകത്തെ പ്രധാനമായും 5 വിഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് സസ്യലോകം മാത്രം നമ്മളിങ്ങ് എടുക്കുകയാണ്. ആ സസ്യലോകത്തെ പ്രധാനമായും 5 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആൽഗെ, സെക്കൻഡ് വൺ ബ്രയോഫൈറ്റുകൾ, തേർഡ് വൺ ടെറിഡോഫൈറ്റുകൾ, ഫോർത്ത് വൺ ജിംനോസ്പേമുകൾ, ഫിഫ്ത്ത് വൺ ആൻജിയോസ്പേമുകൾ. ഇങ്ങനെ 5 വിഭാഗങ്ങളായാണ് സസ്യലോകത്തെ തരംതിരിച്ചത്. ആദ്യം നമുക്ക് ആൽഗയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സസ്യവിഭാഗത്തിൽ സസ്യശരീരം താലസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വേര്, കാണ്ഡം, ഇല എന്നിങ്ങനെയുള്ള അവയവങ്ങൾ രൂപപ്പെടാത്തത് കൊണ്ടാണ് ഈ സസ്യശരീരത്തെ താലസ് എന്ന് വിളിക്കുന്നത്. ഒരു ആൽഗയ്ക്ക് ഉദാഹരണമാണ് സ്പൈറോഗൈറ. നെക്സ്റ്റ് വൺ ബ്രയോഫൈറ്റുകൾ. ഇവിടെയും ശരീരഭാഗങ്ങൾ പൂർണ്ണമായും രൂപപ്പെടാത്ത ശരീരഘടനയാണ് ബ്രയോഫൈറ്റുകൾക്കുള്ളത്. എങ്കിലും വേര് പോലെയുള്ളൊരു ഭാഗവും
കാണ്ഡം പോലെയുള്ളൊരു ഭാഗവും ഈ ചെടികളിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൽ വേര് പോലെയുള്ള ഭാഗത്തെയാണ് റൈസോയിഡ് എന്ന് വിളിക്കുന്നത്. ബ്രയോഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് മോസ്, മർക്കാൻഷ്യ, സ്ഫാഗ്നം തുടങ്ങിയവ. നെക്സ്റ്റ് വൺ, ടെറിഡോഫൈറ്റുകൾ. സംവഹന കലകളായ സൈലം, ഫ്ലോയം എന്നിവ ആദ്യമായി രൂപപ്പെട്ടത് ഈ ടെറിഡോഫൈറ്റുകളിലാണ്. പൂർണ്ണമായി രൂപം പ്രാപിച്ച വേര്, കാണ്ഡം, ഇല എന്നിവ ആദ്യമായി കാണപ്പെടുന്നതും ടെറിഡോഫൈറ്റുകളിലാണ്. ഇവയുടെയും വേരുകളെ റൈസോയിഡ് എന്നാണ് വിളിക്കുന്നത്. ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് പന്നൽ ചെടികൾ, അസോള, സെലാജിനല്ല തുടങ്ങിയവ. ദെൻ നാലാമത്തെ വിഭാഗമാണ് ജിംനോസ്പേം. ആദ്യമായി പൂർണ്ണമായ ഒരു വേരുപടലം രൂപപ്പെട്ട വിഭാഗമാണ് ജിംനോസ്പേം. ഇവയ്ക്ക് പ്രധാനമായും തായ്വേര് പടലമാണ് കാണപ്പെടുന്നത്. ഉദാഹരണങ്ങളാണ് സൈക്കസ്, പൈനസ് തുടങ്ങിയവ. ലാസ്റ്റ് വൺ, ആൻജിയോസ്പേം. നമ്മളിന്ന് കാണുന്ന ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സസ്യങ്ങളാണ് ആൻജിയോസ്പേമുകൾ. ഇവയിൽ നാരുവേര് പടലവും തായ്വേര് പടലവും കാണപ്പെടുന്നുണ്ട്. ഉദാഹരണങ്ങളാണ് തെങ്ങ്, മാവ്, പ്ലാവ്, പുളി, കവുങ്ങ് തുടങ്ങിയവ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ പറയുന്ന പ്രത്യേകതകളുള്ള സസ്യവിഭാഗം. ശരീരഭാഗത്തിന് താലോയിഡ് എന്ന് വിളിക്കുന്നു. വേര് പോലെയുള്ള ഭാഗത്തിന് റൈസോയിഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ബ്രയോഫൈറ്റുകളുടെ പ്രത്യേകതയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബ്രയോഫൈറ്റുകളുടെ ഒരു ഉദാഹരണം ഇവിടെ നമ്മുടെ ചോയ്സിൽ നൽകിയിട്ടുണ്ട്, മോസ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ സി ആണ്, മോസ്. നെക്സ്റ്റ് വൺ, ഭൂമിയുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോണിൻ്റെ ശോഷണത്തിനും ഓക്സിജൻ തന്മാത്രകളുടെ ബഹിർഗമനത്തിനും ഉൽപ്രേരകമാവുന്ന മൂലകം. ക്ലോറിൻ, കാർബൺ, ഇരുമ്പ്, മഗ്നീഷ്യം. നമ്മുടെ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. 3 ഓക്സിജൻ ചേർന്നാണ് ഓസോൺ രൂപപ്പെടുന്നത്. ഈ ഓസോണിൻ്റെ ശോഷണത്തിനും ഓക്സിജൻ തന്മാത്രകളുടെ ബഹിർഗമനത്തിനും ഉൽപ്രേരകമാവുന്ന മൂലകമാണ് ക്ലോറിൻ. ആൻസർ എ. നെക്സ്റ്റ് വൺ, അനുഭവപ്പെടുന്നൊരു പ്രശ്നത്തിന് നേടിയ മുന്നറിവ് വെച്ചോ പ്രാഥമിക നിരീക്ഷണത്തിലൂടെയോ രൂപീകരിക്കുന്ന പ്രാഥമിക നിഗമനമാണ് ഉദ്ഗ്രഥനം, പ്രശ്ന വിശകലനം, നിഗമനത്തിലെത്തൽ, പരികൽപ്പന. നമുക്ക് അനുഭവപ്പെടുന്നൊരു പ്രശ്നത്തിന് നാം നേടിയ മുന്നറിവ് വെച്ചോ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പ്രാഥമിക നിരീക്ഷണത്തിലൂടെയോ നമ്മൾ രൂപീകരിക്കുന്ന പ്രാഥമിക നിഗമനങ്ങൾക്കാണ് പരികൽപ്പന അല്ലെങ്കിൽ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ആൻസർ ഡി. നെക്സ്റ്റ് വൺ, ജൈവമാലിന്യങ്ങൾ ധാരാളമുള്ള ഒരു തടാകത്തിൽ സംഭവിക്കുന്നത്. ധാരാളം പോഷകം ഉള്ളതിനാൽ മീനുകളുടെ എണ്ണം കൂടുന്നു. ധാതുലവണങ്ങൾ മൂലം ജീവികളുടെ എണ്ണം കൂടുന്നു. ആൽഗകളുടെ ആധിക്യം മൂലം തടാകം വരളുന്നു. ഓക്സിജൻ്റെ അഭാവത്തിൽ മീനുകൾ ചത്തൊടുങ്ങുന്നു. ജൈവമാലിന്യങ്ങളുടെ അളവ് ധാരാളമായി കാണപ്പെടുന്നൊരു തടാകത്തിൽ സാധാരണഗതിയിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയും ആ തടാകത്തിൽ കാണുന്ന മീനുകളും മറ്റ് ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് ഡി ആണ്, ഓക്സിജൻ്റെ അഭാവത്തിൽ മീനുകൾ ചത്തൊടുങ്ങുന്നു. നെക്സ്റ്റ് വൺ, വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള പഠനബോധന പ്രവർത്തനങ്ങൾ ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ നടപ്പാക്കുന്നതിനു വേണ്ടി കേരള വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ കൈപ്പുസ്തകം. കളിപ്പെട്ടി, ഈ അറ്റ്വിദ്യ, സമഗ്ര, കളിപ്പാട്ടം. ആൻസർ എ ആണ്, കളിപ്പെട്ടി. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ വാസഗ്രഹം സ്വയം നിർമ്മിക്കാത്ത ജീവി. തത്ത, സിംഹം, എലി, മണ്ണിര. ഈ നൽകിയിരിക്കുന്ന 4 ചോയ്സുകളിൽ വാസഗ്രഹം സ്വയം നിർമ്മിക്കാത്ത ജീവിയാണ് സിംഹം. ആൻസർ ബി. EVSൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 150 ചോദ്യങ്ങളിലെ അടുത്ത 30 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.